ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങൾ ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്നലെ കാലത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായ കാരണം ഞാൻ വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വൈകിട്ടത്തേക്ക് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് തന്നെ ചിക്കനിലുള്ള മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ 2-3 പച്ചമുളക്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയും ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ നമ്മൾ നാടൻ മസാലയിൽ തന്നെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് എരിവിന് ആവശ്യമുള്ള നല്ല മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു കളറിനായിട്ട് ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ പെരിഞ്ജീരകം, ഇത്രയാണ് അരച്ചെടുത്തുണ്ടായിരുന്നത്. അത് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു ചെറിയ 2 ചെറുനാരങ്ങ, അപ്പം അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണോളം ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും, ഇത്ര ഇട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതേ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് നോക്കുക. അപ്പോൾ ഒരു നുള്ളു കൂടുതലായിട്ട് നിൽക്കണം, എന്നാലും നമ്മൾ അതിനടുത്തൊരു മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്ക് പാകത്തിനാവുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയിൽ ആദ്യമൊക്കെ ഉപ്പൊക്കെ നോക്കി ശേഷം ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് മസാല പറ്റിയെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ്, ഒരു ചിക്കൻ 4 കഷ്ണമാക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചധികം നേരം മസാല പറ്റി വെച്ചാൽ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഞാനത് ഉച്ചയ്ക്ക് തന്നെ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടാണ് പിന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കഴിക്കാനായിട്ട് റുമാൽ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പാലാണ് ഒഴിക്കുക. പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ച് മാറ്റി വയ്ക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും ഒന്ന് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം ഇനി മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഒരു 6:45, 7 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത് കുഴച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ മസാല പറ്റി വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് തന്തൂരി മസാല ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മേത്തിയും കയ്യിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതും അതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് തന്തൂരി മസാല, ആവശ്യത്തിനുള്ള തന്തൂരി മസാല, ഏകദേശം ഒരു വലിയ സ്പൂണൊക്കെ തന്തൂരി മസാല ഇട്ടുണ്ടാവും. പിന്നെ കസൂരി മേത്തിയും ഒന്ന് കയ്യിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതും അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു. വീണ്ടും ഒന്നും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് 25 മിനിറ്റ് വെക്കുക. എന്നിട്ടത് ഓഫ് ആകുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ തിരിച്ചൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ സൈഡും ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റോളൊക്കെ വെച്ചിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുത്ത് ശേഷം പിന്നെ റുമാൽ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം.
നമ്മൾ റുമാൽ റൊട്ടിക്ക് ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് അപ്പം എന്ന് വെച്ചാൽ നല്ല മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഒന്നുകൂടി നന്നായി കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് നെയ്യ്, പിന്നെ പരത്താനായിട്ട് മൈദ. അപ്പം നമ്മൾ ഒരേ വലുപ്പത്തിലെടുത്തുള്ള 2 ഉരുളകളും ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഓരോ ചെറുതാണെങ്കിൽ ചെറിയ ഉരുളകളാക്കുക, ഇത്തിരി കൂടി വലുതാക്കണമെങ്കിൽ വലിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പരത്താനുള്ള സൗകര്യത്തിനനുസരിച്ച് ഒരേപോലെ എടുക്കുക. ഇപ്പോൾ 2 എടുക്കണമെങ്കിൽ ഒരേപോലെ എടുക്കുക. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആവരുത്. ചെറുതാണെങ്കിൽ 2 ചെറുത്, വലുതാണെങ്കിൽ 2 വലുത്. അപ്പോൾ നമ്മളിത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നല്ലോണം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ഇടുന്നത് അരിപ്പൊടിയാണ്, വറുത്തുള്ള അരിപ്പൊടി. അരിപ്പൊടി ഇട്ട് 2ഉം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ഇത്തിരി കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ തന്നെ കുറച്ച് മൈദ ഇട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ കനത്തിലല്ല, നല്ലോണം കനം കുറച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. എത്ര കനം കുറയ്ക്കാൻ പറ്റുമെന്നോ അത്രയ്ക്കും കനം കുറച്ച് പരത്തിയെടുക്കണം. ഇപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ പോകുമ്പോൾ റുമാൽ റൊട്ടി അവർ മേലേക്കൊക്കെ ഇട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടിക്കളിക്കുന്നത് കാണാം, ഇങ്ങനെ പരത്തിയെടുക്കാൻ തോന്നണവർ. അപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുകളിൽ സീലിങ്ങിൽ വന്നിരിക്കത്. അത് കാരണം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചൂടായ കല്ലിലേക്കിട്ട് പെട്ടെന്ന് നല്ല ചൂട്ടോടെ തന്നെ വയ്ക്കുക. അപ്പുറം പെട്ടെന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കുക കേട്ടോ, വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇത് ചീഞ്ചട്ടി കമത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾ അങ്ങനെ ചെയ്യണില്ല. അപ്പം അങ്ങനെ കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. എണ്ണയോ ഒന്നും ഒഴിക്കണ്ട, ഒന്നും ചെയ്യും വേണ്ട. നല്ല ചൂടായ കല്ലിലിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കുക. ഇത് വേഗം തന്നെ ആവും. അപ്പം നമ്മൾ 2 കൂട്ടിയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പിന്നെ അത്രയും കനം കുറച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. പിന്നെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വിടർത്തി ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ വിടർത്തിയത് ഓരോന്നായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക. അത്രയും കനം കുറഞ്ഞതായിരിക്കും റുമാൽ റൊട്ടി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ അത്രയും തീരെ കനമില്ലാണ്ട് നല്ല ടവല് പോലെ അത്രയും കനം കുറവായിരിക്കും. അതിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കനും, അപ്പോൾ ഓണം ഒക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ കാലത്തും കുറച്ച് തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഒരു ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തത് ഓവണിലൊക്കെ നിറച്ച് ചിക്കൻ്റെ മസാലയും എണ്ണയൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ ഗ്രില്ലൊക്കെ ഒന്ന് എടുത്ത് നന്നായി തണുത്തതിന് ശേഷം, ഓവൺ നന്നായി തണുത്തതിന് ശേഷം അതിൻ്റെ ഗ്രില്ലൊക്കെ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഓവണിലേക്കും വെക്കാൻ പറ്റിയ ബൗള്. അപ്പോൾ ഇത് ഓവണിൽ വെക്കുന്ന ബൗളാണ്. അപ്പോൾ അതിലേക്ക് ഈ കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കിത് ഓവണിലേക്ക് വെക്കാം. പിഴിഞ്ഞൊഴിച്ചിട്ട് ആ തൊണ്ടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഓവണിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റോളം ഒന്ന് ഓണാക്കിയിടുക.
ഗ്രില്ലൊക്കെ നല്ലോണം വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയെടുക്കുക. അപ്പം ഈ ചിക്കൻ്റെ ഭാഗങ്ങളൊന്നും ഇരിക്കരുത്. നല്ലോണം സോപ്പിട്ട് കഴുകിയെടുക്കുക. അതേ 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ലോണം ഒരു ചെറിയ നനവുള്ള തുണിയെടുത്ത് തുടച്ചെടുക്കണം. ഉള്ളു ഫുള്ളായിട്ടും നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.